ഇന്ത്യയിലെ ആർഎസ്എസും ഇസ്രയേലിലെ സയന്റിസ്റ്റുകളും ഇരട്ട സന്തതികളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിപിഎം നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഓഫീസായ സിഒ പൗലോസ് മാസ്റ്റർ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്രമോത്സുകമായ നടപടിയെ നമ്മുടെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രത്തിനും ലോകത്തിനും അംഗീകരിക്കാനാവില്ല. മുതൽ നമ്മുടെ രാജ്യം സാമ്രാജ്യത്വ വിരുദ്ധമായ സമീപനമാണ് സ്വീകരിച്ചു വരാറുള്ളത്. നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുന്ന BJPക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS ആണെന്ന് എല്ലാവർക്കും അറിയാലോ. RSSും ഇസ്രയേലിലെ സിയോണിസ്റ്റും രണ്ടും ഇരട്ടപ്പെട്ട സഹോദരങ്ങളാണ്. അത്ര കണ്ട് ബന്ധമാണ് അവർ തമ്മിൽ. അപ്പോൾ കോൺഗ്രസ് ഇസ്രയേലിനോടുള്ള സമീപനം മാറ്റിയപ്പോൾ അതിൻ്റെ തുടർച്ചയായി വന്ന ഇവിടുത്തെ BJP ഗവൺമെൻറ് ഇസ്രയേലിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന നിലയിലേക്കും അതിൻ്റെ ഭാഗമായുള്ള മറ്റ് ഇടപാടുകളിലേക്ക് കടക്കുന്ന സ്ഥിതിയും വന്നു. വലിയ തോതിലുള്ള ആയുധ വ്യാപാരം ഇപ്പോൾ നടക്കുകയാണ്. ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഭീകരാക്രമണമാണ് ഇസ്രായേൽ ഇറാനുമേൽ നടത്തിയത്. ഇസ്രായേലിനെതിരെ ലോകത്താകെ വിമർശനം ഉയർന്നുവരുന്ന ഘട്ടത്തിലാണ് ഈ ആക്രമണം. അതിന് അവർക്ക് പിൻബലമാകുന്നത് അമേരിക്കയാണ്. ഇറാനെ ആക്രമിച്ചതിൽ ലോകരാജ്യങ്ങളും സംഘടനകളും അപലപിച്ചപ്പോൾ അവിടെ ഇന്ത്യയെ കണ്ടില്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മുഖം മുഷിയാൻ പാടില്ലെന്ന നിലപാടാണ് BJP സർക്കാരിനും RSSനും ഉള്ളത്. BJPയും RSSും വർഗീയതയുടെ വക്താക്കളായിരിക്കെ വർഗീയതയുമായി സമരസപ്പെടുന്ന നിലപാടാണ് കോൺഗ്രസിന്റേതെന്നും പിണറായി ആരോപിച്ചു. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി കൂട്ടുചേർന്നാണ് കോൺഗ്രസ് മത്സരിക്കുന്നതെന്നും വർഗീയതയ്ക്കെതിരെ ജനങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃപ്രയാർ TSGA ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ PM മുഹമ്മദ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ചന്ദ്രശേഖരൻ, TV ഹരിദാസ്, M ബാലാജി, ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, MLAമാരായ ET ടൈസൺ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, KA വിശ്വംഭരൻ, KR സീത, TS മധുസൂദനൻ, മുൻ MLA പ്രൊഫസർ KU അരുണൻ തുടങ്ങിയവർ സംസാരിച്ചു.